السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനം നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മുസ്ലിം കൈരളിയുടെ മക്കയായി അറിയപ്പെടുന്ന പൊന്നാനിയുടെ ഒരു വരദാനമായി നമ്മളേറെ കാത്തു സൂക്ഷിക്കുന്ന പ്രശസ്തമായ തിരുനബി കീർത്തന സമാഹാരമാണ് മങ്കൂസ് മൗലിദ്. വളരെ ലളിതവും സരളവുമായി ഏവർക്കും പാരായണം ചെയ്യാൻ പറ്റുന്ന മധുര മനോഹരമായ തീർത്തും ആസ്വാദകരവുമായ ഒരു അനുഗ്രഹീത രചനയാണ് മങ്കൂസ് മൗലിദ് എന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചെറിയ മലയാള വിശദീകരണം സാധാരണക്കാരെ ലക്ഷ്യമാക്കി, അതോടൊപ്പം തന്നെ എനിക്ക് മങ്കൂസ് മൗലിദുമായി കൂടുതൽ അടുത്തറിയണം എന്ന ലക്ഷ്യത്വവും കൂടിയാണ് ഈ ഒരു പഠന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതും. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ ഉദ്ഘാടന സെഷനാണ്. തുടർന്ന് അങ്ങോട്ട് ഏറെ കാലം നീട്ടിക്കൊണ്ടുപോകാതെ റബീഉൽ അവ്വൽ തീരുന്നതിനു മുമ്പായി മങ്കൂസ് മൗലിദിലെ എല്ലാ ഹദീസുകളും ബൈത്തുകളും ഹ്രസ്വമായ രൂപത്തിൽ വിശദീകരിച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഫുള്ളായതിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു ഗ്രൂപ്പ് കൂടെ തുറന്നു. അൽഹംദുലില്ലാഹ്, അതിലും ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു നമുക്കൊക്കെ മുത്തുനബിയെ കേൾക്കാനും മനസ്സിലാക്കാനും മദ്ഹ് ചെയ്യാനും അതുവഴി രണ്ട് ലോകവും വിജയിക്കാനുമുള്ള മഹത്തായ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഗ്രൂപ്പുകളിലേക്ക് വന്നവരാരും ചില്ലറക്കാരൊന്നല്ല. വലിയ ഉസ്താദുമാരുണ്ട്, വലിയ സയ്യിദന്മാരുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ രണ്ട് ഗ്രൂപ്പും വളരെ സമ്പന്നമാണ്. അവരുടെ സാന്നിധ്യം തന്നെ നമുക്ക് വലിയ സന്തോഷങ്ങൾ തരികയാണ്. അല്ലാഹു നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഈ രണ്ട് ഗ്രൂപ്പുകളിലുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ വിഷമങ്ങളും ദുരിതങ്ങളും മശക്കത്തുകളും എല്ലാം തീർത്ത് സലാമത്തിന്റെ, സന്തോഷത്തിന്റെ, റഹ്മത്തിന്റെ, ബറക്കത്തിന്റെ, നിഅമത്തിന്റെ വാതിലുകൾ നമ്മിലേക്ക് അല്ലാഹു തുറന്നു തരട്ടെ. ഈ പഠനം കൊണ്ട്, മങ്കൂസ് മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മയൊക്കെ ഖൈറിന്റെ അഹ്ലുകാരാക്കി, സ്വലാഹിന്റെ വക്താക്കളാക്കി, പരിശുദ്ധമായ ദീനിന്റെ ഖാദിമീങ്ങളാക്കി മുത്തുനബിയോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ, നമ്മുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മവാപ്പമാർ, ഇഷ്ടജനങ്ങൾ, പ്രത്യേകിച്ച് ഗസയിലൊക്കെ വെടിയേറ്റ് മരിച്ച, പല അപകടങ്ങളിലും മരണപ്പെട്ടുപോയ നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, അവർക്കൊക്കെ അല്ലാഹു സ്വർഗത്തിൽ വലിയ ദറജനെ കൊടുക്കട്ടെ. ഇതിന്റെ സന്തോഷങ്ങൾ, നമ്മൾ ഈ പഠിക്കുന്നതിന്റെ സവാബുകൾ അവരെ ഖബറിലേക്ക് അല്ലാഹു എത്തിക്കുമാറാവട്ടെ. അവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും അല്ലാഹു തൗഫീഖിനെ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ഘാടന സെഷൻ ആയതുകൊണ്ട്
അല്പം ചില കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് വരും ക്ലാസ്സുകളിൽ മൗലിദിനെ സംബന്ധിച്ചും നമ്മുടെ വിഷയമായ മങ്കൂസ് മൗലിദിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് അഥവാ 18/8/2025 കേരളത്തിൽ സഫർ 23 കണക്കനുസരിച്ച് ആഗസ്റ്റ് മാസം 24 മാസം കാണാൻ ചാൻസ് ഉണ്ട്. അന്ന് ഇല്ലുമിനേഷൻ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലാണ്. കാരണം ആഗസ്റ്റ് 23 ഉച്ചക്ക് മുമ്പ് തന്നെ, കൃത്യമായി പറഞ്ഞാൽ 11:36 ന്യൂമൂൺ സംഭവിക്കുന്നുണ്ട്, വാവ് കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കണക്ക് പ്രകാരം ആഗസ്റ്റ് 24 സഫർ 29 ആകുമ്പോ ആഗസ്റ്റ് 25 റബിയുൽ അവ്വൽ 1 ആകാൻ ചാൻസ് ഉണ്ട്. മാസം കണ്ടാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. ഇതെല്ലാം കണക്കുകളാണ്. ഇൻഷാ അല്ലാഹ് ആഗസ്റ്റ് 25 26 റബിയുൽ അവ്വൽ 1 ആകും. അല്ലാഹു തആല പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവ്വൽ മാസത്തെ വരവേൽക്കാനുള്ള, തുടർന്നും ആഫിയത്തോടെ സന്തോഷത്തോടെ നല്ല റാഹത്തായി ഇത്തരം മാസങ്ങളെ വരവേൽക്കാനുള്ള സൗഭാഗ്യം നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിനു മുമ്പായി നമുക്ക് കുറച്ച് സമയങ്ങൾ, ദിവസങ്ങൾ ലഭിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ദിവസവും 15 മിനിറ്റ് മാത്രം, എല്ലാ ദിവസവും. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും തിരക്ക് കാരണം ഒഴിവായി പോയാൽ പിറ്റേത്തെ ക്ലാസ്സിൽ അത് കൂട്ടിയെടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ റബീഉൽ അവ്വലിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ് അവസാനിക്കേണ്ടതുണ്ട്. 15 മിനിറ്റിൽ കൂടാത്ത, അതോടൊപ്പം തന്നെ കുറയാത്തതുമായ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. റബീഉൽ അവ്വലൊക്കെ വന്നാൽ എല്ലാ ആളുകൾക്കും തിരക്കായിരിക്കും. എന്നിരുന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന ലക്ഷ്യത്തിൽ ഇതിന് ഏറെ പ്രയോജനകരമായ ഒരു കവിത സമാഹാരമാണ്, അല്ലെങ്കിൽ ഒരു രചനയാണ് പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് എന്നത്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ കുറഞ്ഞ സമയം നീക്കിവെക്കണം എന്ന് ആമുഖമായി നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിലൂടെ വലിയ മഹബ്ബത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയാൻ കഴിയണം. മുത്തുനബിയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയണം. അല്ലാഹു തആല അതിനുള്ള മാർഗങ്ങൾ നമുക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് ലഭിച്ച മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് 5 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഇതുപോലെ ആയിരിക്കും എല്ലാ ദിവസവും. വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നമ്മുടെ ഗ്രൂപ്പിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ് ഞാൻ അയക്കും. കഴിവിന്റെ പരമാവധി എല്ലാവരും അതാത് ദിവസത്തെ ക്ലാസ് അന്നന്ന് തന്നെ കേട്ട് മനസ്സിലാക്കി സംശയം ചോദിക്കേണ്ടവർക്ക് ഇൻഷാ അല്ലാഹ് സംശയ നിവാരണത്തിന്റെ ഗ്രൂപ്പ് അഡ്മിന്മാർ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പിൽ അറിയിക്കും, അയക്കും. അതിൽ ജോയിൻ ചെയ്ത് എന്തെങ്കിലും മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. കൂടുതൽ വിശാലമായ ചർച്ചയിലേക്കോ ആഴമേറിയ ബയാനിലേക്കോ വിശദീകരണങ്ങളിലേക്കോ ഒന്നും പോവാതെ തന്നെ നമുക്ക് ഇത് തുടങ്ങി
അവസാനിപ്പിക്കണം. അതാണ് ലക്ഷ്യമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, തെറ്റില്ലാതെ മങ്കൂസ് മൗലൂദ് ഓതാൻ കഴിയണം. ചെറിയ രൂപത്തിൽ അർത്ഥം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, തെറ്റില്ലാതെ മങ്കൂസ് മൗലൂദ് ഓതാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ നമ്മൾ ഓതുന്നുണ്ടല്ലോ, തെറ്റുകൂടാതെ യാസീൻ ഓതുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും വലിയ അറബി അറിഞ്ഞവരാ അല്ല, അറിയുന്നവരാ അല്ല. യാസീൻ നമ്മൾ തെറ്റൊന്നുമില്ലാതെ ഓതുന്നുണ്ട്. അപ്പൊ അതേപോലെ മങ്കൂസ് മൗലൂദും നമുക്ക് ഓതാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഇതിൽ ഞാൻ ലക്ഷ്യമാക്കുന്ന വേറൊരു കാര്യം, 2 ഹദീസെങ്കിലും നമ്മൾ ഹിഫ്ളാക്കണം. 2 ഹദീസും അതിന്റെ ബെയ്ത്തെങ്കിലും നമ്മൾ ഹിഫ്ളാക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നല്ല മാനസികമായ തയ്യാറെടുപ്പ് അതിനു വേണ്ടി ഉണ്ടാക്കണം. നല്ല ഉറപ്പോടുകൂടെ, മാനസിക ധൈര്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ചെയ്യണം, മനസ്സിലാക്കണം, പഠിക്കണം, ഹിഫ്ളാക്കണം, മനപ്പാടാക്കണം എന്നൊക്കെ ഏതൊരാൾ ചിന്തിച്ചാലും, അതിനുവേണ്ടി ദൃഢപ്രതിജ്ഞ ആര് ചെയ്താലും, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഉപരിയായി അല്ലാഹുവിന്റെ സഹായത്തോടുകൂടെ നമുക്ക് പഠിക്കാനും ചെയ്യാനും മനസ്സിലാക്കാനും ഹിഫ്ളാക്കാനും ഒക്കെ കഴിയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രതിജ്ഞ എടുക്കുക, ചുരുങ്ങിയത് 2 ഹദീസുകളെങ്കിലും അതിന്റെ ബെയ്ത്തുകളടക്കം പഠിക്കണം, മനപ്പാടാക്കണം. പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മനപ്പാടാക്കുക എന്നുള്ള അർത്ഥമാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അതിന് തയ്യാറാവണം എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. സംശയങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടെ, ആരെയും പ്രയാസപ്പെടുത്താത്ത രീതിയിലാകണം നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത്. ആരെയും പരസ്പരം ചളിവാരി എറിഞ്ഞ് കരിവാരി തേക്കുന്ന രൂപത്തിലുള്ള, പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാണ് കേരളത്തിൽ അറിയപ്പെട്ട, ഒരാൾക്കും തർക്കമില്ലാത്ത മൗലിദിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച, എല്ലാവരാലും പ്രശംസ ഏറ്റുവാങ്ങിയ മൗലിദാണ്. ഇതിനെ അസുന്നികളായ ആളുകൾ മാത്രമേ വിമർശിക്കുന്നുള്ളൂ. സുന്നികളായ നമ്മുടെ ഉലമാക്കൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത ഈ മൗലിദിന്റെ ബഹുമാനവും മുത്തുനബിയോടുള്ള സ്നേഹവും മുൻനിർത്തിയാവണം നിങ്ങൾ സംശയ നിവാരണ ഗ്രൂപ്പിൽ ഇടപെടേണ്ടത് എന്നുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അഡ്മിന്മാര് ഗ്രൂപ്പുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളും അറിയിപ്പുകളും നിങ്ങൾക്ക് നൽകും. ഈ ഗ്രൂപ്പ് എന്നും അഡ്മിൻ ഓൺലി ആയിരിക്കും. സംശയ നിവാരണ ഗ്രൂപ്പ് ഇൻഷാ അല്ലാഹ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, പരസ്പരം ആശയങ്ങൾ കൈമാറാം, ആർക്കും ചോദിക്കാം, ആർക്കും മറുപടി പറയാം. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. കൂടുതൽ സ്റ്റിക്കറുകളോ മറ്റോ ഗ്രൂപ്പിലേക്ക് അയച്ച് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഒരുപാട് ഗ്രൂപ്പുകൾ ഉള്ളവരാണ് നമ്മളൊക്കെ. ഇൻഷാ അല്ലാഹ് ഖൈറായ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കി കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മുത്തുനബിയെ നേരിൽ കണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള
തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് മൗലിദുമായി ബന്ധപ്പെട്ടും മങ്കൂസ് മൗലിദിലെ വരികളിലൂടെയൊക്കെ ഇറങ്ങിച്ചെല്ലാമെന്ന് അറിയിച്ച് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.